ഉള്ളത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര അന്തമൺ ഗവൺമെന്റ് WLP സ്കൂളിലെ കൂട്ടുകാരാണ്. ഹലോ. ഹലോ. നമ്മൾ ഗവൺമെന്റ് LP സ്കൂൾ എന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ ഈ ഗവൺമെന്റ് WLP സ്കൂൾ എന്ന് കേട്ടിട്ടില്ലല്ലോ. എന്താ ഈ W? വെൽഫെയർ LP സ്കൂൾ. സ്കൂൾ ഇഷ്ടാണോ നിങ്ങൾക്ക് എല്ലാവർക്കും? അതെ. അപ്പൊ നിങ്ങൾ ആദ്യം ഒന്ന് നിങ്ങളെ പരിചയപ്പെടുത്തോ. രഞ്ജിനി, വൈഗ AS, അനാമിക US, ഇന്ദ്രജ V, അഭിരാമി S, രോഷിനി R, ദൃശ്യ. ഇത്രയും കൂട്ടുകാരാണല്ലേ നമ്മളോടൊപ്പം ഉള്ളത്. നിങ്ങൾ കുറെ പരിപാടിയൊക്കെ പഠിച്ചോണ്ടാണോ വന്നത്? അതെ. എപ്പോഴാണ് ഈ പരിപാടിക്ക് പരിശീലനം തുടങ്ങിയത്? സംഘഗാനം കലോത്സവത്തിന് പാടിയതാണ്. ആദ്യത്തെ പരിപാടി സംഘഗാനാണ്. നിങ്ങൾ ഇത്രയും പേരാണ് പാടുന്നത്. അപ്പൊ നമുക്ക് ആ സംഘഗാനം പാടിയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. മരംകുലുക്കി പഴം പൊഴിച്ച് ജലം ചിലച്ച് ഗുഗുളുവാലഴകൊഴുക്കി പഴം പൊഴിച്ച് നരം ചിലച്ച് ഗുളുഗുളു മരം കുലുക്കി പഴം പൊഴിച്ച് ജലം ചിലച്ച് ഗുഗുളുവാലഴകൊഴുക്കി പഴം പൊഴിച്ച് നരം ചിലച്ച് ഗുളുഗുളു ഗുളു ഗുഗുളു ഗുളു ഗുഗുളു ഗുളു ഗുഗുളു ഗുഗുളു 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 കളകളം നദി തുടുപ്പിൽ തുടി മുഴക്കി കാളിദാസൻ കവിത പദം വിളക്കി കളകളം നദി തുടുപ്പിൽ തുടി മുഴക്കി കാളിദാസൻ കവിത പദം വിളക്കി സരസ്വതി നീയാം സൗന്ദര്യത്തിൽ സൂര്യൻ കണ്ണാടി നോക്കി സരസ്വതി നീയാം സൗന്ദര്യത്തിൽ സൂര്യൻ കണ്ണാടി നോക്കി കാവ്യചന്ദ്രൻ കലർച്ചാത്തൊരുക്കി ചാത്തൊരുക്കി ഗുളു ഗുഗുളു ഗുളു ഗുഗുളു ഗുളു ഗുഗുളു ഗുഗുളു 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 പുഴയിന്നരയിൽ തുഴയെറിഞ്ഞു തോണിമഴ തോണി കരയറിഞ്ഞു പുഴയഴകിന്നരയിൽ തുഴയെറിഞ്ഞു തോണിമഴ തോണി കരയറിഞ്ഞു നീലിമഞ്ഞിൽ മേഘമയൂരം പീലി കണ്ണിൽ ചൊരിഞ്ഞു നീലിമഞ്ഞിൽ മേഘമയൂരം പീലി കണ്ണിൽ ചൊരിഞ്ഞു കുട്ടിക്കാലം കലർ ചൂടലറിഞ്ഞു ചൂടലറിഞ്ഞു ഗുളു ഗുഗുളു ഗുളു ഗുഗുളു ഗുളു ഗുഗുളു ഗുഗുളു ഗുളു ഗുഗുളു ഗുളു ഗുഗുളു ഗുളു ഗുഗുളു ഗുഗുളു ഗുളു ഗുഗുളു ഗുളു ഗുഗുളു ഗുളു ഗുഗുളു ഗുഗുളു ഗുളു ഗുഗുളു ഗുളു ഗുഗുളു ഗുളു ഗുഗുളു ഗുഗുളു. നമ്മൾ ആ സംഘഗാനമൊക്കെ ആസ്വദിച്ചു. ഇനി നമുക്ക് പ്രസംഗമാണ് കേൾക്കാനുള്ളത്. അതിനു മുമ്പ് ഇന്ദ്രജ, നിങ്ങളുടെ സ്കൂളിൽ ക്ലബ്ബുകളൊക്കെ ഉണ്ടോ? എന്തൊക്കെ ക്ലബ്ബുകളാ ഉള്ളത്? സയൻസ് ക്ലബ്ബ്, മാത്സ് ക്ലബ്ബ്, ഇംഗ്ലീഷ്, മലയാളം, സോഷ്യല്, അങ്ങനെ എല്ലാ വിഷയത്തിനും ക്ലബ്ബുകളുണ്ടല്ലേ? ഈ മാത്സ് ക്ലബ്ബിലൊക്കെ എന്താ ചെയ്യാ? ഈർക്കിലുകൾ വെച്ച് കുറെ രൂപങ്ങൾ ഉണ്ടാക്കുക, പിന്നെ കളർ പേപ്പേഴ്സ് വെച്ചും ഉണ്ടാക്കുക, ഈ ഈർക്കിൽ വെച്ച് കുറെ കളികളൊക്കെ കളിക്കുക, പിന്നെ പസിലും ഉണ്ട്. ഒത്തിരി കുട്ടികളുണ്ടാവോ ഈ ക്ലബ്ബില്? ഇന്ദ്രജ ഏതൊക്കെ ക്ലബ്ബിലാ ഉള്ളത്? സയൻസ് ക്ലബിന്റെ ലീഡർ ഞാൻ, പിന്നെ ഇംഗ്ലീഷിനകത്തുണ്ട്. ആ രണ്ടെണ്ണത്തിനകത്ത് ഞാനുള്ളത്. ഈ സയൻസ് ക്ലബിന്റെ ലീഡർ എന്താ ചെയ്യാ സയൻസ് ക്ലബ്ബില്? ചാർട്ടുകൾ ഉണ്ടാക്കും, പരീക്ഷണം, അങ്ങനെ. ഈ ചാർട്ടൊക്കെ തയ്യാറാക്കിയിട്ടാണോ ശാസ്ത്രമേളയ്ക്ക് പോവാറ്? ചാന്ദ്രദിനത്തെ കുറിച്ച് കുറച്ച് വാക്യങ്ങളും ചിത്രങ്ങളും ഒക്കെ ചാർട്ടിൽ എഴുതി കൊണ്ടുപോയോ? അവിടുന്ന് എനിക്ക് A ഗ്രേഡ് കിട്ടിയത്.
ഇന്ദ്രജ ഇപ്പൊ പ്രസംഗിക്കാനാണല്ലേ വന്നിരിക്കുന്നത്? എന്താ വിഷയം? മാതാപിതാ ഗുരുദേവ. സ്കൂൾ അസംബ്ലിയിൽ എങ്ങാനും അവതരിപ്പിച്ചതാണോ? ശാസ്ത്രമേളയ്ക്ക് പോയപ്പോൾ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നാ നമുക്ക് ആ പ്രസംഗം പറയാം. മാതാപിതാ ഗുരുദേവം എന്ന വിഷയത്തിൽ കുറച്ചു കാര്യങ്ങൾ കേൾക്കാം. ഇന്നത്തെ കാലഘട്ടത്തിൽ തീർച്ചയായും ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണിത്. മഹത്തായ ഭാരത ദർശനം പ്രകടമാക്കുന്ന ഒരു വാക്യമാണിത്. ലോകത്തും മറ്റൊരിടത്തും ഇത്തരമൊരു ആശയം പ്രചരിച്ചിരുന്നതായി അറിയപ്പെടുന്നില്ല. മാതാവും പിതാവും ഗുരുവുമാണ് യഥാർത്ഥ ദൈവങ്ങൾ. ഇതിന്റെ മൂല്യവും മഹത്വവും വളരെ പ്രധാനമാണ്. കാണുകയും അനുഭവിച്ചറിയുകയും പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങളായും ഇവർ നമ്മുടെ മുന്നിൽ ജീവിച്ചു കാണിച്ചു തരുന്നു. ഒരു വ്യക്തിക്ക് തന്റെ ജീവിതത്തിൽ അച്ഛനും അമ്മയും ചെലുത്തുന്ന സ്വാധീനം വളരെ വലുതാണ്. ആഹാരത്തിന്റെ ആദ്യ അമൃത് നുണയുന്നത് അമ്മയിൽ നിന്നാണെന്നതുപോലെ തന്നെ ആദ്യ അക്ഷരം പഠിക്കുന്നതും അമ്മയിൽ നിന്ന് തന്നെയാണ്. അമ്മയുടെ ഉദരത്തിൽ രൂപം കൊള്ളുന്ന ആദ്യ കോശം മുതൽ പഠനം നടക്കുന്നതായും പുതിയ വ്യക്തി രൂപപ്പെട്ടു തുടങ്ങുന്നതായും ആധുനിക ശാസ്ത്രം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സാക്ഷ്യപ്പെടുത്തുന്നു. അപ്പോൾ അമ്മയിലൂടെ നമ്മളും പ്രകൃതിയുടെ ഭാഗമായി മാറുന്നു. ലോകം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന അറിവിനെ ഗുരുനാഥൻ നമ്മളിലേക്ക് സ്നേഹാമൃതം പോലെ ചൊരിഞ്ഞു നൽകുന്നു. വർഷങ്ങളുടെ അനുഭവ സമ്പത്തും ആർജിച്ച അറിവും സ്നേഹമാകുന്ന അമൃതിൽ കുഴച്ച് തന്റെ ശിഷ്യർക്ക് പകർന്നു നൽകുകയാണ് ഗുരുനാഥൻ. ഗു എന്നതിന്റെ അർത്ഥം അന്ധകാരം എന്നതും രു എന്നതിന്റെ അർത്ഥം അതിനെ നീക്കുന്നതുമെന്നുമാണ്. അപ്പോൾ ഗുരു എന്നത് അറിവിന്റെ പ്രകാശം കൊണ്ട് അജ്ഞതയുടെ ഇരുൾ നീക്കുന്നവനാണ്. അറിവ് പകർന്നു നൽകുന്നവരെല്ലാം ഗുരുസ്ഥാനീയരാണ്. ഒളപ്പമണ്ണയുടെ എന്റെ വിദ്യാലയം എന്ന കവിതയിൽ ആരല്ലൻ ഗുരുനാഥ ആരല്ലൻ ഗുരുനാഥൻ പരിധിയിലെല്ലാം എന്നെ പഠിപ്പിക്കുന്നുണ്ടെന്തോ എന്ന് പറയുന്നുണ്ട്. സത്യമാണ്, പ്രകൃതിയിലെ ഓരോന്നും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പ്രകൃതി തന്നെയാണ് ഗുരു. ദൈവത്തെ കണ്ടിട്ടുള്ളവർ ആരും ഉണ്ടാകില്ല, എന്നാൽ അനുഭവിച്ചറിഞ്ഞവർ ധാരാളം. ദൈവത്തിന്റെ അനുഗ്രഹ സ്പർശം ജീവിതത്തിൽ പലപ്പോഴായി പല രീതിയിൽ നമ്മെ സ്വാധീനിക്കുന്നുണ്ട്. വിദ്യാർത്ഥികളായ നാം ഇത്തരത്തിൽ ആശയത്തെ വ്യാഖ്യാനിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ എല്ലാ മാതാപിതാക്കളും ഗുരുക്കന്മാരും ഓർമ്മിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞങ്ങൾക്ക് നിങ്ങൾ ദൈവമാകുമ്പോൾ നിങ്ങളുടെ ചിന്തയും പ്രവൃത്തിയും ദൈവത്തെ പോലെ ആകേണ്ടതുണ്ട്. ഞങ്ങൾക്ക് മാതൃകയാകേണ്ടതുണ്ട്. ഞങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ദൈവമായി ആകേണ്ടതുണ്ട്. അതിൽ നിന്ന് പഠിക്കേണ്ട പാഠങ്ങൾ നിങ്ങളാണ് സൃഷ്ടിക്കേണ്ടത്. ഇന്നത്തെ കാലഘട്ടത്തിൽ എന്താണ് നടക്കുന്നത് എന്ന കാര്യം ചിന്തിക്കേണ്ടതാണ്. തന്റെ മക്കളെ സ്നേഹിക്കുകയോ നേർവഴിക്ക് നയിക്കുകയോ ചെയ്യാത്ത മാതാപിതാക്കൾ ചിലരെങ്കിലുമുണ്ട്. വിദ്യാർത്ഥികൾക്ക് മാതൃകയാകേണ്ട ഗുരുനാഥരുടെ എണ്ണം കുറഞ്ഞു വരുന്നു. ഗുരുനാഥരെ ധിക്കരിക്കുന്ന വിദ്യാർത്ഥികൾ. ഇവയൊന്നും നമ്മുടെ വളർച്ചയ്ക്ക് സഹായകമാകില്ല. ഭാരതീയ ദർശനം പകർന്നു നൽകുന്ന മാതാപിതാ ഗുരുദേവം എന്ന ആശയം ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതത്തിലും പകർത്തി നമുക്ക് നല്ല കുട്ടികളാകാം, നല്ല മനുഷ്യരാകാം. ഇനി അടുത്ത പരിപാടിക്ക് മുമ്പായി ഒരു അറിയിപ്പ് ശ്രദ്ധിച്ചാലോ? 5 വയസ്സിലും 15 വയസ്സിലുമുള്ള കുട്ടികൾ ആധാർ നിർബന്ധമായും പുതുക്കണം. 5 വയസ്സിലെ പുതുക്കൽ 7 വയസ്സിനുള്ളിലും 15 വയസ്സിലെ പുതുക്കൽ 17 വയസ്സിനുള്ളിലും നടത്തിയാൽ മാത്രമേ നമുക്ക് സൗജന്യ പുതുക്കൽ സൗകര്യം ലഭ്യമാവുകയുള്ളൂ. സ്കോളർഷിപ്പ്, റേഷൻ കാർഡിൽ പേര് ചേർക്കൽ, സ്കൂൾ കോളേജ് അഡ്മിഷൻ, എൻട്രൻസ് മത്സര പരീക്ഷകൾക്ക് അപേക്ഷിക്കൽ എന്നിവയ്ക്കൊക്കെ ആധാർ വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് കൃത്യസമയത്ത് തന്നെ ആധാർ എടുക്കാനും പുതുക്കാനും ശ്രദ്ധിക്കുക. 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ആധാർ എൻറോൾ ചെയ്യുന്ന സമയത്ത് അവരുടെ ബയോമെട്രിക്, അതായത് വിരലടയാളമോ കൃഷ്ണമണി രേഖയോ ശേഖരിക്കുന്നില്ലെങ്കിൽ ഇതിനായി ജനന സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാലും മതിയാകും. മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കാനുള്ളത്, ആധാർ സേവനങ്ങൾ വേഗത്തിൽ ലഭ്യമാക്കാൻ നിങ്ങളുടെ ആധാറിൽ മൊബൈൽ നമ്പർ, ഇമെയിൽ എന്നിവ കൃത്യമായി നൽകുക. കാരണം പല സേവനങ്ങളും ലഭ്യമാകാൻ ആധാറിൽ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പർ അല്ലെങ്കിൽ ഇമെയിൽ OTP ആവശ്യമായി വരും. ആധാർ എടുക്കാനായി നിങ്ങളുടെ സമീപമുള്ള അക്ഷയ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ആധാർ കേന്ദ്രങ്ങൾ സന്ദർശിക്കാം. ഇനി നമ്മളോടൊപ്പം മാപ്പിള പാട്ടുമായിട്ടുള്ളത് അനാമിക US ആണ്. സ്കൂള് തുറന്നപ്പോ വിഷമം ഉണ്ടായിരുന്നോ വീട്ടിൽ നിന്ന് വരാൻ, വെക്കേഷൻ കഴിഞ്ഞിട്ട്? ഇല്ല. വേനൽ അവധിക്കാലം എന്ത് ചെയ്തു? ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്നു, അതിന് പോയി. ഏതാ ഡാൻസ് പഠിക്കുന്നത്? ഭരതനാട്യം. ഡാൻസ് പഠിക്കാൻ ഇഷ്ടാണോ? അത് ഇഷ്ടാണ്. മോള് റേഡിയോ കേൾക്കാറുണ്ടോ? കേൾക്കാറുണ്ട്. ബാലലോകം, രശ്മിയൊക്കെ കേൾക്കാറുണ്ടോ? റേഡിയോയിൽ എന്താ ഇഷ്ടമുള്ള പരിപാടി? പാട്ടുകൾ.
അനാമികയ്ക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് പാടാമോ? പുള്ളിമാൻ മിഴി വള്ളി പെണ്ണിനെ കണ്ട നേരത്ത് ആഹാ കള്ള കണ്ണൊളി കാട്ടിൽ വേലവൻ വള്ളി നേരേക്കേ കഞ്ഞി പെങ്കൊടി നിന്നെ കാണുമ്പോൾ ഉള്ളം തുള്ളിടുന്നേ നിന്നെ കെട്ടുവാൻ എൻ മനസ്സിൽ മോഹം തോന്നുന്നേ അയ്യട മലവേട നിന്നുടെ മോഹം കൊള്ളാലോ നിന്നെ കെട്ടുവാൻ എൻ മനസ്സിൽ പൂതിയുണ്ടോടാ പുള്ളിമാൻ മിഴി വള്ളി പെണ്ണിനെ കണ്ട നേരത്ത് ആഹാ കള്ള കണ്ണൊളി കാട്ടിൽ വേലവൻ വള്ളി നേരേക്കേ. ഇതെന്ത് പാട്ടാ? ചിന്തുപാട്ട്. ഇത് എവിടുന്നാ പഠിച്ചേ? അമ്മ പഠിപ്പിച്ച. അമ്മയാണോ പാട്ടൊക്കെ പഠിപ്പിച്ചു തരാറ്? ആ, ഈ മാപ്പിളപ്പാട്ട് ആരാ പഠിപ്പിച്ചത്? ഉണ്ണികൃഷ്ണൻ സാറാണ് പഠിപ്പിച്ചത്. അപ്പൊ ചിന്തു പാട്ടൊക്കെ മിടുക്കിയായിട്ട് പാടി. ഇനി നമുക്ക് മാപ്പിളപ്പാട്ട് പാടാം. പടാം. ചേർന്നീട്ടരികൾ ബിനാ ചെയ്യും ശദീദാലെ ചേട കുഫിർ ബിന്ദൻ പൂറപ്പെട്ടുള്ളേ സമയം ചെണ്ടകൾ തകുണിത മത് ചെവി പെടയും കണ്ടിടെ കുറെ ഫൗസുകൾ ഭരിച്ചൊടിയും ഉണ്ടവർകളിലായിൽ പലതരമൊടിയും ചെമ്മേ ഒരു ദൂര അതിലുണ്ടേ ചെമ്മേ ഒരു ദൂര അതിലുണ്ടേ തേർന്നിങ്കടുത്തപ്പോൾ ഷുജാത്ത് മഷഹൂര ധീരൻ സൂറാബത്തു ബിനു മാലിക്കാം അവൻ താൻ തിരുടനം ജഹനുടെ കരമ പിടിത്ത് കരിമുഖനൊടു കിരിമുകൾ അവിനുത്ത് പൊരുതലിൻ ഹറബിനു നിനവുമായി പെത്ത് ചേനേകാനിന്തന്തേ പടി തോന്നുന്നേ ചേനേകാനിന്തന്തേ പടി തോന്നുന്നേ കൂർന്നിട്ടുമേ പിന്താൻ പൂറപ്പെട്ടത ചപാമേ കോട്ടം ബറാതുങ്കൾ ഹസറാളുണ്ട് അവരകൾ കുറിയ സലാസമയത്തിനകത്ത് മറുമലറുള്ളുമെ പരികളലാത്ത് പരവതിനിമവേ അവരൻ മടുത്ത് കോടുല്ലാപമാന ചുരുതിപ്പോമോ കോടുല്ലാപമാന ചുരുതിപ്പോമോ നീർന്ന് നടക്കുമോ അതു കണ്ടിട്ടേനെ പൗസം നിങ്ങൾ കൂതക്കത്തിനാണെന്തോരാമേ അണുവും നിലയിലധക്കുമത് പിടിക്കമേ കെണിയിൽ ചലിയാതെ പൊരുതണമുമെകളും പടയിൽ കലിയന്തൻ ഫൗസിനെ കളർത്തവരിടയിൽ നീരും കൂറശെണ്ണും പെരുപ്പിത്തോരാ നീരും കൂറശെണ്ണും പെരുപ്പിത്തോരാ ചേർന്നീട്ടരികൾ ബിനാ ചെയ്യും ശദീദാലെ ചേട കുഫിർ ബിന്ദൻ പൂറപ്പെട്ടുള്ളേ സമയം ചെണ്ടകൾ തകുണിത മത് ചെവി പെടയും കണ്ടിട കുറെ ഫൗസുകൾ ഭരിച്ചൊടിയും ഉണ്ടവർകളിലായിൽ പലതരമുടിയും ചെമ്മേ ഒരു ദൂര അതിലുണ്ടേ ചെമ്മേ ഒരു ദൂര അതിലുണ്ടേ. ഇനി നമുക്കൊരു കഥ കേൾക്കാം. കഥ പറയാനായിട്ട് നമ്മളോടൊപ്പം ഉള്ളത് ദൃശ്യ ശ്രീകുമാറാണ്. ദൃശ്യ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? 4. നിങ്ങൾക്ക് അസംബ്ലി ഉണ്ടാവാറുണ്ടോ സ്കൂളില്? ഉണ്ട്. എല്ലാ ദിവസവും ഉണ്ടോ? ഉണ്ട്. അപ്പൊ അസംബ്ലിക്ക് എന്തൊക്കെ പരിപാടികളാണ് ഉണ്ടാവാറ്? ക്യൂസ് ഉണ്ട്, വാർത്ത, നാക്കുളിക്ക് വാക്യം. ഏതെങ്കിലും ഒരു നാക്കുളിക്ക് വാക്യം പറയാമോ? ചെറുപയർ മണി ചെറുത്, ചെറുകിണർ പട ചെറുത്. ചെറുപയർ മണി ചെറുത്, ചെറു കിണർ പട ചെറുത് അല്ലേ? കുറച്ച് ബുദ്ധിമുട്ടുണ്ടല്ലേ നാക്കുളുക്കും അല്ലേ? അപ്പൊ നമ്മുടെ കൂട്ടുകാരത് പറയാൻ ശ്രമിക്കട്ടെ. ആദ്യത്തെ 2 ആഴ്ച എന്തൊക്കെയോ പരിപാടികൾ സ്കൂളിൽ നടന്നു എന്ന് സാറ് പറഞ്ഞു. എന്തൊക്കെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്? ക്ലബുകള് തെരഞ്ഞെടുത്തു. ദൃശ്യ ഏത് ക്ലബിലാ അംഗം? ഇംഗ്ലീഷ് ക്ലബില്. റേഡിയോ ക്ലബ് ഉണ്ടോ അവിടെ? ഇല്ല. അപ്പൊ സാറിന്റെ അടുത്ത് പറയണേ റേഡിയോ ക്ലബ്ബ് തുടങ്ങാനായിട്ട്. അതെ. എന്തൊക്കെ ക്ലാസ്സുകളായിരുന്നു ആ സമയത്ത് നടന്നിരുന്നത്? പ്ലാസ്റ്റിക് മാലിന്യത്തിന് വലിച്ചെറിയുന്നതും പിന്നെ മൊബൈൽ അഡിക്ഷൻ, ഗതാഗത നിയമങ്ങളെക്കുറിച്ചും ലഹരിയെക്കുറിച്ചും ശുചിത്വ ശീലത്തിനെ കുറിച്ചും അങ്ങനെ കുറെ ഉണ്ടായിരുന്നു. ഇപ്പൊ കഥയാണ് അവതരിപ്പിക്കാൻ പോകുന്നത് അല്ലേ? ഏതാ കഥ? അരിമണിയും പിടക്കോഴി. ഗുണപാഠമുള്ള കഥയാണോ? അതെ. എന്താ ഈ കഥയുടെ ഗുണപാഠം? ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി വഴക്ക് കൂടരുത്, ആപത്താണ്. ദൃശ്യ ചെറിയ കാര്യങ്ങൾക്ക് വഴക്കൂടാറുണ്ടോ? ആരുമായിട്ടാ വഴക്കൂടാറ്? ചേച്ചിയോടൊപ്പം.
ചേച്ചി ഏത് ക്ലാസ്സിലാ? ചേച്ചി 8-ല്. എന്തിനാ വഴക്ക് കൂടാറ്? എന്റെ പേനയൊക്കെ എടുത്തോണ്ട് പോവും. ചേച്ചിയുടെ പേന ദൃശ്യം എടുക്കാറുണ്ടോ? എടുക്കാറുണ്ട്. എന്നിട്ട് ചേച്ചി വഴക്കൊക്കെ പറയും. വഴക്കെന്ന് പറഞ്ഞാൽ അടി കൂടുവോ? അടി കൂടും. എന്നിട്ട് ആരാ ഇത് പരിഹരിക്കുക? അമ്മ. അമ്മ എന്ത് പറയും? എപ്പോഴും എന്തിനാ ഇങ്ങനെ അടി കൂടുന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്, വഴക്ക് പറയും. ഈ കഥ പഠിപ്പിച്ചതാരാ? അമ്മ പഠിപ്പിച്ചു തന്നതാണ്. അപ്പൊ നമുക്ക് കഥ പറയാം. പറയാം. പണ്ട് പണ്ട് ഒരു വീട്ടിൽ 2 പിടക്കോഴികൾ ഉണ്ടായിരുന്നു, കിങ്ങിണിക്കോഴിയും മങ്ങിണിക്കോഴിയും. ആ വീട്ടിൽ തന്നെ അങ്കവാലൻ എന്നൊരു പൂവൻ കോഴിയും ഉണ്ടായിരുന്നു. ഒരു ദിവസം കിങ്ങിണിയും മങ്ങിണിയും തീറ്റ തേടി നടക്കുകയായിരുന്നു. പെട്ടെന്ന് കിങ്ങിണി ഒരു അരിമണി കണ്ടു. കിങ്ങിണി അരിമണിയുടെ അടുത്തെത്തി. അപ്പോഴേക്കും മങ്ങിണിയും അവിടെ എത്തി. അവർ തമ്മിൽ വഴക്കായി. അരിമണി എനിക്ക് വേണം എന്നായിരുന്നു 2 പേരുടെയും തർക്കം. ഒടുവിൽ പരാതിയുമായി അവർ അങ്കവാലൻ പൂവൻകോഴിയുടെ അടുത്തെത്തി. അരിമണി കൊണ്ടുവാ, തർക്കം ഞാൻ തീർക്കാം, പൂവൻകോഴി പറഞ്ഞു. പിടക്കോഴികൾ അരിമണി കൊണ്ടുവന്നു. അങ്കവാലൻ പൂവൻകോഴി ഒറ്റക്കൊത്തിന് അരിമണി അകത്താക്കി. കിങ്ങിണിയും മങ്ങിണിയും ഞെട്ടിപ്പോയി. ഈ പൂവൻകോഴിയെ ഒരു പാഠം പഠിപ്പിക്കണം. അവർ പരാതിയുമായി കൗശലൻ കുറുക്കന്റെ അടുത്തെത്തി. ആ പൂവൻകോഴിയെ ഇങ്ങു കൊണ്ടുവാ, തർക്കം ഞാൻ തീർക്കാം, കൂർക്കച്ചൻ ഉത്തരവിട്ടു. ഹയ്യടാ, ഒറ്റയ്ക്ക് 3 പേരെയും അകത്താക്കാം എന്നായിരുന്നു അവന്റെ വിചാരം. കിങ്ങിണിയും മങ്ങിണിയും അങ്കവാലിന്റെ അടുത്തെത്തി. അവർ സൂത്രത്തിൽ അങ്കവാലിനെ വിളിച്ചു കുറുക്കന്റെ മുമ്പിൽ കൊണ്ടുവന്നു. അങ്കവാലൻ പൂവൻകോഴി ദൂരെ നിന്നേ കുറുക്കനെ കണ്ടു. അവനു കാര്യമെല്ലാം മനസ്സിലായി. ഈ മണ്ടിക്കോഴികൾ ആ കള്ളക്കുറുക്കനെയാണോ കൂട്ടുപിടിച്ചിരിക്കുന്നത്? ആ കുറുക്കനെയും ഒരു പാഠം പഠിപ്പിക്കണം. കോഴികൾ അടുത്തു വന്നതും കൗശലൻ ഒറ്റച്ചാട്ടം ചാടിയത് അങ്കവാലൻ പൂവൻകോഴിയുടെ നേരെ. പക്ഷേ നേരത്തെ തയ്യാറെടുത്തിരുന്ന അങ്കവാലൻ പറന്നു മാറി. കുറുക്കൻ പാറക്കൂട്ടത്തിൽ ചെന്നു വീണു. ചതി പിടികിട്ടിയ കിങ്ങിണിയും മങ്ങിണിയും ജീവനും കൊണ്ട് പറന്നു. ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി വെറുതെ വഴക്ക് കൂടിയാൽ ആപത്താണെന്ന് പിടക്കോഴികൾക്ക് മനസ്സിലായി. ഇനിയൊരു പാട്ടാണ് ഈ കൂട്ടുകാർ നമുക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത്. എന്ത് പാട്ടാണെന്ന് നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. ഇത് എന്ത് പാട്ടാണ്? മാസങ്ങളെ കുറിച്ചുള്ള പാട്ട്. മാസങ്ങളെ കുറിച്ചെന്ന് പറഞ്ഞാൽ ജനുവരി ഫെബ്രുവരി ഒക്കെ ആണോ? അല്ല, പിന്നെ ഏത് മാസങ്ങളാ? മലയാള മാസങ്ങളെ കുറിച്ചാണ്. ആർക്കാ അറിയാവുന്ന മലയാള മാസമൊക്കെ പറയാൻ? ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം, മേടം, ഇടവം, മിഥുനം, കർക്കിടകം. ഈ മാസങ്ങളൊക്കെ വെച്ചിട്ടുള്ള പാട്ടാണ് നിങ്ങളിപ്പോ പാടാൻ പോകുന്നത്, അല്ലേ? ഈ പാട്ട് പാടുന്നത് റോഷ്നി, വൈഗ, അഭിരാമി, ഇന്ദ്രജ, ദൃശ്യ, രഞ്ജിനി, അനാമിക. നമുക്ക് ഈ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. പുകളേറിയിടും മലയാളത്തിനു 12 പൊന്മക്കൾ, ഓരോരുത്തരും ഓരോ കാലത്തിത്തറവാട്ടിൽ കേറി വരും. ഓണക്കോടിയുമായിട്ടെത്തും 1-ാം കൺമണി പൊൻചിങ്ങം, കനകക്കതിരിൻ ചാമരമേന്തി കന്നിപ്പെണ്ണാൾ പിന്നെ വരും. ഇടവാളുകളും മിന്നിച്ചണയും കളിതുള്ളുന്ന തുലാമാസം, വൃക്ഷലതാദികൾ തളിരണിയിക്കാൻ വൃശ്ചികമെത്തും മുറ പോലെ. കുളിരും കൊണ്ടു കുടുങ്ങി വരും നൽപുളകം പകരും ധനുമാസം, മാവും പ്ലാവും പൂവണിയിക്കും മകരം നല്ലൊരു മധുമാസം. കുംഭകൊലുക്കി മുറുക്കി തുപ്പി കുംഭം മെല്ലെ നടന്നു വരും. വേനൽ ചൂടും വേനൽ കാറ്റും മീനം നൽകും സമ്മാനം. കൊന്നക തോറും പൂത്തിരി കത്തിച്ചഴകോടണയും പൂമേടം. ഇടവം വന്നു കഴിഞ്ഞാലപ്പോൾ ഇടവഴി തോറും മഴവെള്ളം. മഴവെള്ളത്തിൽ മതിച്ചു നീന്തി കുളിച്ചു വരും ഈ കരിമിഥുനം. നാട്ടിൽ മുഴുവൻ പഞ്ഞം വിതറാനെത്തും കള്ള കർക്കിടകം. പുകളേറിയിടും മലയാളത്തിനു 12 പൊന്മക്കൾ, ഓരോരുത്തരും ഓരോ കാലത്തിൽ തറവാട്ടിൽ കേറി വരും. ഇനി ശുചിത്വത്തെ കുറിച്ചുള്ള ഒരു പരിപാടിയാണ്. എന്താ ഈ ശുചിത്വം? ശുചിത്വം എന്ന് വെച്ചാൽ എന്താണ്? നല്ല ആരോഗ്യശീലങ്ങൾ. നല്ല ആരോഗ്യശീലങ്ങൾ പറയാമോ? 2 നേരം കുളിക്കണം, പല്ല് തേക്കണം, വൃത്തിയുള്ള വസ്ത്രം ധരിക്കണം. ഇതൊക്കെ വ്യക്തി ശുചിത്വമാണ്, അല്ലേ? പരിസര ശുചിത്വം ഇല്ലേ? അതെന്തൊക്കെയാണ്? ആർക്കെങ്കിലും പറയാമോ? പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ചുറ്റുപാടിയിൽ വലിച്ചെറിഞ്ഞാൽ മണ്ണിലെ ജീവജാലങ്ങളെല്ലാം നശിച്ചു പോകും. അതുകൊണ്ട് പരിസരം ശുചിയാക്കി വെക്കണം, അല്ലേ?
ആ. നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുവോ? ബാധിക്കും. എങ്ങനെയാ ബാധിക്കുക? ഓരോരോ രോഗങ്ങൾ പടരും. അപ്പൊ നമുക്ക് പരിപാടി ചെയ്യാം. നമസ്തേ കുട്ടികളെ, എല്ലാവരും എത്തിയിട്ടുണ്ടല്ലോ അല്ലേ? ഇന്ന് താര വന്നിട്ടില്ല ടീച്ചർ, അവൾക്ക് നല്ല പനിയാണ്. ഓഹോ, മഴക്കാലം പനിക്കാലമാണ്. എല്ലാവരും പനി വരാതെ സൂക്ഷിക്കണം. പനി വരാതിരിക്കാൻ എന്തു ചെയ്യണം ടീച്ചർ? പനിയുള്ള ആൾ തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും ധാരാളം രോഗാണുക്കൾ വായുവിൽ പടരും. അവ നമ്മുടെ ഉള്ളിൽ ചെന്നാൽ നമുക്കും പനിയാകാം. നമ്മൾ തുമ്മുമ്പോൾ തൂവാല ഉപയോഗിച്ച് മറച്ചു പിടിക്കണം. മറ്റുള്ളവർക്ക് ശല്യമാകുന്ന രീതിയിൽ തുമ്മുകയോ ചുമക്കുകയോ ചെയ്യരുത്. അതുതന്നെ. പനിയുള്ളവർ മാസ്ക് ധരിക്കണം, അല്ലേ ടീച്ചർ? അതെ, മഴക്കാലത്ത് പലതരം രോഗാണുക്കൾ പടർന്നു പിടിക്കാറുണ്ട്. വയറിളക്കം, ഛർദി ഇവ പോലുള്ളവ. ഈച്ച പലതരം രോഗങ്ങൾ പടർത്തും. അത് മാലിന്യത്തിൽ വന്നിരുന്നിട്ട് പിന്നെ ഭക്ഷണത്തിൽ വന്നിരിക്കും. അതിന്റെ ശരീരത്തിൽ നിന്നും രോഗാണുക്കൾ ഭക്ഷണത്തിൽ കലരും. അങ്ങനെ രോഗം പടർത്തും. ആഹാര സാധനങ്ങൾ എപ്പോഴും അടച്ചു വെക്കണം. അതെ, കൂടാതെ നമ്മളുടെ ശരീരം വൃത്തിയായി സൂക്ഷിക്കണം. എങ്ങനെയാണ് നാം ശരീരം വൃത്തിയായി സൂക്ഷിക്കേണ്ടത്? നിങ്ങൾ പറയൂ. കയ്യിലെയും കാലിലെയും നഖങ്ങൾ വെട്ടി വൃത്തിയാക്കണം. 2 നേരം പല്ല് തേക്കണം. ദിവസം കുളിക്കണം. വൃത്തിയുള്ള വസ്ത്രം ധരിക്കണം. നഖത്തിനടിയിൽ കയറിയിരിക്കുന്ന രോഗാണുക്കൾ ആഹാരത്തിലൂടെ നമ്മുടെ ശരീരത്തിലെത്തും. രോഗവും പിടിപെടും. ശരീരം വൃത്തിയായി സൂക്ഷിക്കുന്നത് പോലെ പ്രധാനമാണ് വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുന്നതും. വീടിനടുത്ത് മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുന്നത് രോഗങ്ങൾ വരുത്തും. കിണറും പരിസരവും വൃത്തിയായി സൂക്ഷിക്കണം. മാലിന്യങ്ങൾ കുന്നുകൂടി കിടന്നാലേ ഈച്ചയും കൊതുകും പെരുകും. ഈച്ച മാത്രമല്ല, കൊതുകും രോഗങ്ങൾ പടർത്തും. മന്ത്, മലമ്പനി, ചിക്കൻഗുനിയ, ഡെങ്കിപ്പനി തുടങ്ങിയ രോഗങ്ങൾ വരുത്തുന്നത് കൊതുകാണ്. കെട്ടിക്കിടക്കുന്ന മലിനജലത്തിലാണ് കൊതുക് മുട്ടയിടുന്നത്. വെള്ളം കെട്ടിക്കിടക്കാൻ അനുവദിക്കരുത്. മഴക്കാലത്ത് എവിടെ നോക്കിയാലും വെള്ളം കെട്ടിക്കിടക്കുന്നത് കാണാം. അതുകൊണ്ട് തന്നെ ഇത്തരം രോഗങ്ങൾ കൂടും. അതുകൊണ്ടാണ് മഴക്കാലം പനിക്കാലം എന്ന് പറയുന്നത്. പ്ലാസ്റ്റിക് അടപ്പുകളിലും കുപ്പികളിലുമൊക്കെ വെള്ളം കെട്ടിക്കിടക്കും. അതിലും കൊതുക് മുട്ടയിടും. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പറമ്പിൽ വലിച്ചെറിയരുത്. അവ കഴുകി വൃത്തിയാക്കി സൂക്ഷിച്ചു വെക്കണം. ഹരിതകർമ്മസേനയിലെ ആന്റിമാർ വരുമ്പോൾ കൊടുത്താൽ മതി. ഓരോ വീടും വൃത്തിയായാൽ നമ്മുടെ നാടും വൃത്തിയായിരിക്കും. ഓരോരുത്തരും വിചാരിച്ചാൽ നമ്മുടെ നാട് എത്ര സുന്ദരമായിരിക്കും, അല്ലേ കുട്ടികളെ? അതെ ടീച്ചർ. ഇനി നമുക്ക് അവസാനമായിട്ട് ഒരു ദേശഭക്തി ഗാനമാണ് ഇവർ അവതരിപ്പിക്കുന്നത്. നിങ്ങൾ എങ്ങനെയാ ആകാശവാണിയിലേക്ക് വന്നത്? സ്കൂളിൽ നിന്ന് സാറിന്റെ കൂടെ വന്നു. എത്ര സമയമെടുത്തു ഇവിടം വരെ എത്താനായിട്ട്? 2.5 മണിക്കൂർ എടുത്തു. നിങ്ങൾ എങ്ങനെയാ വണ്ടിയിൽ പാട്ടൊക്കെ പാടിയിട്ടാണോ വന്നത്? അതെ. ഇവിടെ പരിപാടിക്ക് ചെയ്യാനുള്ള പാട്ടുകളാണോ അല്ലാത്ത പാട്ടുകളാണോ? പരിപാടിക്ക് ചെയ്യാനുള്ള പാട്ടുകൾ. എന്താ ദേശഭക്തി എന്ന് പറഞ്ഞാല്? ഭാരതത്തിനെ കുറിച്ചുള്ള പാട്ട്. എന്നാ നമുക്ക് ആ ദേശഭക്തി ഗാനം പാടാം. പാടാം. ഈ പാട്ട് പാടുന്നത് റോഷ്നി, വൈഗ, അഭിരാമി, ഇന്ദ്രജ, ദൃശ്യ, രഞ്ജിനി, അനാമിക. സ്വർഗത്തേക്കാൾ വലുതാണെന്നുടെ സ്വതന്ത്ര ഭാരതഭൂമി. സ്വന്തം ജീവനു തുല്യമെനിക്ക് സുവർണ ഭാരതഭൂമി. സ്വർഗത്തേക്കാൾ വലുതാണെന്നുടെ സ്വതന്ത്ര ഭാരതഭൂമി. സ്വന്തം ജീവനു തുല്യമെനിക്ക് സുവർണ ഭാരതഭൂമി. അഭിമാനത്തിൻ മൂവർണ്ണക്കൊടിയഴകൊടു പാറും ഭൂമി. അടിമത്തത്തിൻ ചങ്ങല പൊട്ടിച്ചുണർന്ന പാവന ഭൂമി. നാനാവർണ്ണ സുമങ്ങൾ വിരിയും നല്ലൊരു വാടിക പോലെ. നാനാജാതി മതങ്ങൾ പുലരും നന്മ നിറഞ്ഞൊരു ഭൂമി. വീരന്മാരെ പെറ്റു വളർത്തിയ വീരാംഗനീ ഭൂമി. കണ്ണും കരളും കുളിരണിയിക്കും ഹരിത മനോഹര ഭൂമി. ഇതാണു നമ്മുടെ വീടും കൂടും, ഇതാണു നമ്മുടെ ജനനി. ഇതാണു നമ്മുടെ സർവം സഹയ ഇതിഹാസോജല ഭൂമി. സ്വർഗത്തേക്കാൾ വലുതാണെന്നുടെ സ്വതന്ത്ര ഭാരതഭൂമി. സ്വന്തം ജീവനു തുല്യമെനിക്ക് സുവർണ ഭാരതഭൂമി.
അന്തമാൻ ഗവൺമെന്റ് WLP സ്കൂളിലെ കൂട്ടുകാരാണ് ഇന്നത്തെ രശ്മിയിലെ പരിപാടികൾ അവതരിപ്പിച്ചത്. നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായോ? നന്ദി, നമസ്കാരം. കല, കായികം, സാഹിത്യം, സാമൂഹിക സേവനം, ശാസ്ത്ര സാങ്കേതിക വിദ്യ, പരിസ്ഥിതി സംരക്ഷണം, ഇതിലേതെങ്കിലുമൊക്കെ നമുക്ക് താല്പര്യം കാണുമല്ലേ? എന്നാൽ ഇതിലേതിലെങ്കിലും അസാമാന്യമായ മികവ് പ്രകടിപ്പിച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും അസാമാന്യമായ ധീരത കാണിച്ചിട്ടുണ്ടോ? ഉണ്ട് എന്നാണെങ്കിൽ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രാലയത്തിന്റെ 2025 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാല പുരസ്കാരത്തിനായി അപേക്ഷിക്കാം. 5 വയസ്സ് മുതൽ 18 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്കാണ് ഈ പുരസ്കാരം ലഭിക്കുക. https://awards.gov.in എന്ന ഓൺലൈൻ പോർട്ടൽ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ജൂലൈ 31 വരെയാണ് അവസാന തീയതി. ഡിസംബർ 26 വീർ ബാലദിനത്തിൽ ബഹുമാനപ്പെട്ട രാഷ്ട്രപതിയാണ് ഈ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യുക. അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാർ ഉടൻ തന്നെ https://awards.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. രശ്മി സമാപിക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും സ്നേഹം നിറഞ്ഞ ആശംസകൾ. പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ.